ഹലോ എവരിവൺ, ദിസ് ഇസ് ബൈസിൽ. വെൽക്കം ടു iPlus ട്രെയിനിങ് സൊല്യൂഷൻസ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ബാങ്ക് ഓഫ് ബറോഡയുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ആയിരുന്നു. സോ നമുക്ക് അടുത്ത ചോദ്യ പാറ്റേൺ നോക്കാം. അപ്പോൾ നമ്മൾ ഓരോ സെഷൻസുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ചോദ്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 3 പ്രധാനപ്പെട്ട സെഷൻസ് ആണുള്ളത്. നമുക്ക് ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ്. സോ ഇംഗ്ലീഷിൽ നിന്നുള്ള ആദ്യത്തെ ഒരു ചോദ്യം നമ്മൾ നോക്കാം. വെൽ, സി ഫില്ലർ ടൈപ്പ്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ സ്പോട്ട് എററിൽ നിന്നല്ലേ ചോദ്യം ചോദിച്ചേ. നമുക്ക് ഒരു ഫില്ലർ ക്വസ്റ്റ്യൻ നോക്കാം. ഫില്ലർ ക്വസ്റ്റ്യൻ. ഫില്ലർ ക്വസ്റ്റ്യൻ ഡാഷ് ഇട്ട് വരുന്ന ചോദ്യങ്ങളെയാണ് നമ്മൾ ഫില്ലർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഡാഷ് മോർണിംഗ് ഫോർ സിൻസ് ഫ്രം ബൈ. ദിസ് ഇസ് ദ പാറ്റേൺ. ഓക്കെ, വെൽ സി, ഇത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസ് ഫോമാനാണ് ഈ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസസിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് സിൻസോ ഫോറോ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഓർത്തോണം അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. എന്താ ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ ആക്ഷൻ സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് സ്റ്റിൽ ഇറ്റ് ഇസ് ഗോയിങ് ഓൺ. നേരത്തെ തുടങ്ങുകയും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന പാറ്റേൺ. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തുടങ്ങുകയും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതായത് ഇന്ന് നമ്മൾ സാധാരണ എക്സാമ്പിൾ പറയുന്ന പാറ്റേൺ ഇങ്ങനെയാണ്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ പറയാണ് ഇറ്റ് ഈസ് റെയിനിങ് ആണല്ലോ. നമ്മൾ പറയാണ് ഇറ്റ് ഈസ് റെയിനിങ്. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇറ്റ് ഈസ് റെയിനിങ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീട്ടിൽ പ്രായമൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ വന്നിട്ട് പറയും, രാവിലെ മുതൽ തുടങ്ങിയ മഴയാണ് എന്ന് പറയും. ആണല്ലോ, രാവിലെ മുതൽ തുടങ്ങിയ മഴയാണ്. എങ്ങനെയായിരിക്കും അവർ പറയുന്നത്? അവരിങ്ങനെ പറയുന്നത് ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് മോർണിംഗ്. This is the pattern. I have been raining since morning. കണ്ടോ, രാവിലെ മുതൽ തുടങ്ങിയ മഴയാണ്. That means an action started in the past and still it is going on. രാവിലെ മഴ തുടങ്ങിയിട്ട് ഇപ്പോഴും മഴ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവാണ്. ഇതല്ലേ, ഇതാണ് എന്ത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. നമ്മൾ ആകെ ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതി. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചാൽ കണ്ടോ, ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ. ഞാൻ ഇവിടെ കുറേ നേരമായിട്ട് നോക്കി, രാവിലെ മുതൽ ഞാൻ നോക്കിയിരിക്കുവാടാ. നമ്മൾ സാധാരണ അറിയ പറഞ്ഞില്ലേ, എവിടെ പോയി കിടക്കുവാടാ, രാവിലെ മുതൽ ഞാൻ നിന്നെ നോക്കിയിരിക്കുകയാണ്. സോ ദിസ് ഇസ് ദ പാറ്റേൺ. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഡാഷ് മോർണിംഗ് എന്ന് പറയുന്ന പാറ്റേൺ. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഡാഷ് മോർണിംഗ്. സി, കൃത്യമായ ഒരു സ്ഥലമാണ് സമയമാണ് പറയുന്നതെന്ന് വെച്ചാൽ കൃത്യമായ ഒരു സമയം. മോർണിംഗ്, ഈവനിങ്, 10 മണി, 12 മണി കൃത്യമായ സമയമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ 2005 അല്ലെങ്കിൽ ജൂൺ മുതൽ കൃത്യസമയങ്ങളാണ്. ജൂൺ 2005 അല്ലെങ്കിൽ രാവിലെ ഈവനിങ് 10 മണി കൃത്യമായ സമയമാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ സിൻസ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ സിൻസ് ആണ്. ഇനി നമ്മളൊരു സമയ ദൈർഘ്യത്തെ സൂചിപ്പിക്കുകയാണ്, ഒരു ഡ്യൂറേഷനെ സൂചിപ്പിക്കുന്ന ഒന്നാണ് എന്ന് വിചാരിക്കാം. ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂറായിട്ട്, ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പം ഇത് കഴിഞ്ഞിട്ട് എന്നോട് പറയാം ഒരു സെഷൻ കൂടി എടുക്കണമെന്ന് പറയാൻ പറയും. രാവിലെ മുതൽ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയതാ, ഞാൻ എങ്ങനെ പറയുന്നത്? അല്ലെങ്കിൽ വൈകുന്നേരം മുതൽ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയാന്ന് പറയാം. ഇപ്പം രാവിലെ ഓൾറെഡി നിങ്ങൾ കഴിഞ്ഞാലോ. അപ്പോൾ ഞാൻ പറയാം ഐ ഹാവ് ബീൻ ടീച്ചിങ് സിൻസ് ഈവനിങ്. ഞാൻ ഈവനിങ് മുതൽ പഠിപ്പിക്കാൻ തുടങ്ങിയതാണ്, കൃത്യമായ സമയമാണ്. എനിക്ക് പറയണം ഞാൻ 2 മണിക്കൂറായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയതാണ് എന്ന് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ വീട്ടിൽ അമ്മ വന്നിട്ട് പറയാണ് കുറച്ചു നേരം കൂടി പഠിക്കടാ എന്ന് പറയാണ്. അത് പറയാണ് അമ്മ ഞാൻ 2 മണിക്കൂറായിട്ട് പഠിക്കുക. എങ്ങനെ പറയും? 2 മണിക്കൂറായിട്ട് പഠിക്കുകയാണ് എന്നിങ്ങനെ പറയും. ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഫോർ 2 hours. കണ്ടോ, ഡ്യൂറേഷൻ കാണിക്കാൻ നമ്മൾ ഉപയോഗിച്ചത് 4 ആണ്. ഫോർ 2 hours. ദിസ് ഈസ് ദ പാറ്റേൺ. ഫോർ 2 hours. കണ്ടോ, ഫോർ 2 hours. ഇതേ സാധനം നമ്മുടെ സമയമാണ് പറയുന്നതെങ്കിൽ 4 മണി എന്ന് പറയാണ്. സിൻസ് 4 o'clock. ഇപ്പോൾ 6 മണിയായെന്ന് വെച്ചാൽ അപ്പോൾ 4 മണിക്ക്, അപ്പോൾ 4, 5, 6 ഡ്യൂറേഷൻ പറയുകയാണെങ്കിൽ 2 മണിക്കൂർ. ഞാൻ നേരത്തെ പറഞ്ഞു ജൂൺ മുതലാണ് എന്ന് പറഞ്ഞു. ഐ ഹാവ് ബീൻ ടീച്ചിങ് യു സിൻസ് ജൂൺ. ഞാൻ നിങ്ങളെ ജൂൺ മുതൽ പഠിപ്പിക്കാൻ തുടങ്ങിയാണ്. സിൻസ് ജൂൺ. ദിസ് ഈസ് ദ പാറ്റേൺ.
നിങ്ങളുടെ സാഹചര്യം വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ദിസ് എക്സാമിനേഷൻ സിൻസ് ഫെബ്രുവരി മുതൽ ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഈ എക്സാമിനേഷൻ. ഇപ്പം എത്രയായി? 12 മാസമായി. വീണ്ടും അടുത്ത ഫെബ്രുവരി ആയി. സോ യു കൻ സേ ദാറ്റ് വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ദിസ് എക്സാമിനേഷൻ ഫോർ 12 months. കണ്ടോ, ഫോർ 12 months. ഡ്യൂറേഷൻ പറയാം 12 മാസമായി എന്ന് പറയാൻ നമ്മൾ ഉപയോഗിച്ച പാറ്റേൺ ആണ് ഡ്യൂറേഷൻ അവിടെ പറഞ്ഞു. സോ 12 months എന്ന് പറയുന്ന പാറ്റേൺ നമ്മൾ യൂസ് ചെയ്തു. സോ ദിസ് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് യൂസിങ് സിൻസും ഫോറും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഉപയോഗിക്കുന്ന പാറ്റേൺ ഇങ്ങനെയാണ്, ടീലാണ്. ഈ ഫ്രം സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സാധനം മുതൽ ഒരു ടൈം മുതൽ ഒരു ടൈം വരെ എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഒരു ടൈം മുതൽ ഉപയോഗിക്കത്തില്ല. ഇവിടെ കണ്ടോ, ഈ പാറ്റേൺ വെച്ചാൽ നമ്മൾ ഹാവ് ബീൻ വെയിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സമയം മുതൽ ഒരു സമയം വരെ എന്ന് പറയുകയാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമ്മൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സാധനമാണ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെന്ന് വെച്ചു. അതായത് 2022 മുതൽ 2025 വരെ ഞാൻ ഇവിടെയാണ് ജോലി ചെയ്ത് എന്ന് പറയുകയാണ്. അപ്പോൾ 2022 മുതൽ 25 വരെയാണ്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഫ്രം ഉപയോഗിക്കാം. അതായത് 2 പാറ്റേണിൽ സമയം പറയുന്ന സമയത്ത് നമുക്ക് ഫ്രം ഉപയോഗിക്കാം. ഇനി ബൈ എപ്പോഴായിരിക്കും പറയുന്നത്? നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അമ്മ നിങ്ങളോട് പറയാണ് വൈകിട്ട് 6 മണിക്കകം വീട്ടിൽ കയറണം എന്ന് പറയുകയാണ്. 6 മണിക്കകം വീട്ടിൽ കയറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മണിക്ക് എന്ന് കഴിഞ്ഞാൽ അമ്മ എന്തെങ്കിലും പറയൂ? ഇല്ല, കുഴപ്പമൊന്നുമില്ല അമ്മയ്ക്ക്. 4 മണിക്ക് എന്നാൽ കുഴപ്പമുണ്ടോ? അപ്പോഴും അമ്മയ്ക്ക് കുഴപ്പമില്ല. 5:45 എന്നാൽ കുഴപ്പമുണ്ടോ? അപ്പോഴും അമ്മയ്ക്ക് ഒരു പ്രശ്നമില്ല. 6 മണിക്ക് എന്നാൽ കുഴപ്പമുണ്ടോ? അപ്പോഴും അമ്മയ്ക്കൊരു പ്രശ്നമില്ല. പക്ഷേ 6:15 അമ്മ സമ്മതിക്കത്തില്ല. കാരണം അമ്മ പറഞ്ഞിട്ടുണ്ട് 6 മണിക്ക് അക്കം വീട്ടിൽ കയറണം. ഈ അക്കം എന്ന് പറയുന്ന സാധനമല്ലേ, ദിസ് ഇസ് ബൈ 6 o'clock. ബൈ 6 o'clock മീൻസ് 6 മണിക്കകം. അതെങ്ങനെ നമുക്ക് മനസ്സിലാവും? അവിടെ ബൈ ആണ് എഴുതേണ്ടത്. സാധാരണഗതിയിൽ സമയത്തിൻ്റെ കൂടെ ഞാൻ നിങ്ങളെ പ്രപ്പോസിഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. കൃത്യമായ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടൈമൊക്കെ എഴുതാൻ നമ്മൾ അറ്റാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ആണല്ലോ സ്പെസിഫിക്. നിങ്ങൾക്ക് ഫിക്സഡ് പ്രപ്പോസിഷൻ പാറ്റേണിനകത്ത് ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ഒക്കെ ഉൾപ്പെടുത്തി പഠിപ്പിച്ചാണ് പോയിന്റഡ് ആയിട്ടുള്ള ടൈം പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, ഈ പറയുന്ന ടൈം പാറ്റേൺ ആണ് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അകം എന്ന് പറയാൻ ഉപയോഗിക്കുന്ന കോൺസെപ്റ്റ് 6 മണിക്കകം എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന പാറ്റേൺ ആണ് എന്ത്? നമ്മൾ യു ഹാവ് ടു എന്ന് പറയാണെന്ന് വെച്ചു. യു ഹാവ് ടു അല്ലെങ്കിൽ യു മസ്റ്റ്. അമ്മ അങ്ങനെയല്ലേ, തീർച്ചയായും നീ ഇത്ര സമയത്തിനകം. സോ യു ഹാവ് ടു ബി ഹോം ബൈ 6 o'clock. ദാറ്റ് മീൻസ് 6 മണിക്കകം. സോ ഹാവ് ടു മസ്റ്റ് ഒക്കെ യൂസ് ചെയ്താൽ then നമ്മൾ ബൈ ആണ് ഉപയോഗിക്കുന്നത്. അകം എന്ന് പറയുന്ന കോൺസെപ്റ്റ് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പാറ്റേൺ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. സോ നമ്മൾ ഇംഗ്ലീഷിൽ നിന്നൊരു ചോദ്യം ചെയ്തു. സോ നെക്സ്റ്റ് നമുക്ക് എന്ത് വേണം? മാത്സിൽ നിന്നൊരു ചോദ്യം ചോദിക്കാം. എല്ലാത്തിനും 25 ചോദ്യങ്ങൾ കാണും. പക്ഷേ എല്ലാ സെഷനിലും 20 മിനിറ്റുകൾ മാത്രമേ കാണൂ എന്നുള്ള കാര്യം ഓർക്കുക. സോ അതുകൊണ്ട് മാക്സിമം നമ്മൾ ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ചെയ്ത പാറ്റേൺ ആയിരുന്നു എന്ത്? നമ്മളുടെ വാട്ട് വി കോൾ, നമ്മൾ ഡിസ്കസ് ചെയ്ത പാറ്റേൺ സ്പീഡിൽ നിന്നുള്ളൊരു ചോദ്യമായിരുന്നു. എന്നാൽ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം? ഇന്ന് നമുക്ക് പാറ്റേൺ ട്രെയിൻഡ് ആയിരുന്നു നമ്മൾ ടൈപ്പ് ചെയ്ത് ആണല്ലോ. ഇന്ന് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ചെയ്യാം. സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് ബേസിക്കലി ബാങ്ക് ആണല്ലോ, പലിശയുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചെയ്യാം. പലിശയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അവിടെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. സോ യു ഡോണ്ട് വാണ്ട് ടു സ്റ്റഡി അബൌട്ട് ദാറ്റ് ഇക്വേഷൻസ്. നിങ്ങൾ അങ്ങനെ ഇക്വേഷൻ ഒക്കെ പഠിച്ച് ഞാൻ പറഞ്ഞില്ല, നമുക്ക് അതിനുള്ള സമയമില്ല. 1 മിനിറ്റ് പോലും ഇല്ല ഒരു ക്വസ്റ്റ്യൻ. അതുകൊണ്ട് അത്രയും സമയമൊന്നും നമുക്കില്ല. പെട്ടെന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ആൻസർ ചെയ്യാം. ഇതാണല്ലോ നമ്മൾ പ്രൈമ ഫേക്കസി ചെയ്യുന്ന പാറ്റേൺ. സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ 1000 rupees for 2 years at 5% of annum. This is the pattern. Is what? ഒന്നുമില്ല, അവർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിരിക്കുന്ന പാറ്റേൺ ഇങ്ങനെയായിരുന്നു. പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്, പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്ന പാറ്റേൺ 1000 രൂപ. സ്കൂളിൽ നമ്മൾ പഠിച്ച പാറ്റേൺ പ്രിൻസിപ്പൽ 1000 രൂപ. ടൈം എന്ന് പറഞ്ഞാൽ 2 വർഷം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, പലിശയുടെ സമയം 5%. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യമായിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, എങ്ങനെ നമുക്ക് ഈ സാധനം ഞാൻ പറഞ്ഞു ഇതിന് ഓൾറെഡി കൺവെൻഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇക്വേഷനൊക്കെ ഉള്ളതാണ്. യു വോണ്ട് ടു വറി അബൌട്ട് ദാറ്റ്.
നമുക്ക് എങ്ങനെ ഈ സാധനം കണ്ടുപിടിക്കാം എന്നുള്ള കാര്യം നോക്കാം. നിങ്ങൾ ഒരൊറ്റ കാര്യം മനസ്സിലാക്കുക, അതായത് അവർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് എല്ലാ സമയത്തും പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 100% എന്നുള്ള കാര്യം ഓർക്കുക. ഏത് ക്വസ്റ്റൻ ആയിക്കോട്ടെ, ഞാൻ ഈ ക്വസ്റ്റൻ്റെ മാത്രം കോൺസെപ്റ്റിലാണ് പറഞ്ഞത്. ഞാൻ ഒറ്റ പെർസെൻറ്റേജ് വെച്ച് നിങ്ങൾക്ക് കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഈ പറയുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പെർസെൻറ്റേജിൻ്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, ഏത് ചോദ്യം വേണമെങ്കിലും, പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഏത് ചോദ്യം വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്ന ബേസിക് കോൺസെപ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ ഒരൊറ്റ കാര്യം മനസ്സിലാക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കോസ്റ്റ് പ്രൈസ് ഏത് സാഹചര്യത്തിലും 100% ആയിരിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കോസ്റ്റ് പ്രൈസ് ഏത് സമയത്തും 100% ആയിരിക്കും. അതുപോലെ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കാര്യത്തിൽ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കാര്യത്തിൽ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്, പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് വെച്ചാൽ എന്താ, മുതൽ എന്ത് ഈ സാധനം എന്നൊക്കെ അറിയുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾ എനിക്ക് 1000 രൂപ കടം തന്നു, എന്നിട്ട് നിങ്ങൾ എന്നോട് പറഞ്ഞു ആ സാറൊക്കെയല്ലേ പോട്ടെ 2 വർഷം കഴിഞ്ഞ് തിരിച്ചു തന്നാൽ മതി. 1000 രൂപ അന്ന് 2 വർഷം കഴിഞ്ഞ് തിരിച്ചു തന്നാൽ മതി, 5% പലിശ വേണമായിരിക്കും പെർ അന്നം എന്ന് വെച്ചാൽ എല്ലാ വർഷവും 5% വെച്ച് പലിശ തന്നെ. ഇതാണ് നിങ്ങൾ പറഞ്ഞ പാറ്റേൺ. ഓക്കെ, അപ്പം മുതലാണ് എന്ത്, ഈ 1000 രൂപ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1000 രൂപയാണ്. ഏത് ക്വസ്റ്റ്യൻ വന്നാലും പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 100% ആയിരിക്കും. 100% ആയിരിക്കും. ഓക്കെ, 100% ആയിരിക്കും. അതായത് ശതമാനം എന്ന് പറഞ്ഞാൽ 100% ആയിരിക്കും പ്രിൻസിപ്പൽ എമൗണ്ട് വരുന്നത്. വെൽ, ഇപ്പം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് 2 വർഷത്തേക്ക് 5% പലിശയാണ്. താ നോക്കിക്കോണേ, ഞാൻ എങ്ങനെയാണ് എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. ഒരു നമ്പറിൻ്റെ 10% കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത്, ഏത് നമ്പർ ആയിക്കോട്ടെ, ഒരു നമ്പറിൻ്റെ 10% കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് ഒരു സ്ഥാനം മാറ്റി കുത്തുകയാണ്. ഒരു സ്ഥാനം മാറ്റി കുത്തിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 10% നമുക്കൊരു നമ്പറിനെ കണ്ടുപിടിക്കാം. ഏത് നമ്പർ ആയിക്കോട്ടെ 10% കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം മാറ്റിക്കുത്തുകയാണ്. അപ്പോൾ ഒരു സ്ഥാനം മാറ്റിക്കുത്തിക്കഴിഞ്ഞാൽ 10% കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഒരു സ്ഥാനത്തിന് നമുക്ക് 10% കിട്ടും എന്നുള്ളതാണ് നമ്മളുടെ പ്രത്യേകത. ഇനി 2 സ്ഥാനം മാറ്റിക്കുത്തുകയാണ് എന്ന് വിചാരിക്കുക. 2 സ്ഥാനം മാറ്റിക്കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1% ആയിരിക്കും. അപ്പോൾ 1% കണ്ടുപിടിക്കാൻ, ഒരു നമ്പറിൻ്റെ 1% കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് 2 സ്ഥാനം മാറ്റി കുത്തിക്കഴിഞ്ഞാൽ 1% കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാണ്, 1 10 100,000 10,000 lakh 5 ലക്ഷം രൂപ, ഇതിൻ്റെ 1% കണ്ടുപിടിക്കാൻ പറയുകയാണ്. 5 ലക്ഷം രൂപയുടെ 1%. 1 10 100,000 10,000 lakh ആണല്ലോ. ഓക്കെ, 5 ലക്ഷത്തിൻ്റെ 1% കണ്ടുപിടിക്കാൻ. 1% കണ്ടുപിടിക്കാൻ ഞാൻ എന്തോ പറഞ്ഞേ, 1% കണ്ടുപിടിക്കാൻ നമ്മൾ 2 സ്ഥാനം മാറ്റി കുത്തുക എന്നാണ് പറഞ്ഞത്. 1% കണ്ടുപിടിക്കാൻ 2 സ്ഥാനം മാറ്റി കുത്തുക. 2 സ്ഥാനം എന്ന് പറയുന്ന 5000 രൂപയാണ് എന്ത്, 1%. 10% കണ്ടുപിടിക്കാനോ, 10% കണ്ടുപിടിക്കാൻ 1 സ്ഥാനം മാറ്റി കുത്തുക എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. 10% കണ്ടുപിടിക്കാൻ 1 സ്ഥാനമാണ് മാറ്റി കുത്തേണ്ടത് ആണല്ലോ. ഇതാ 1 സ്ഥാനം ഞാൻ മാറ്റി കുത്തി. 1 10 100,000 10,000, അതായത് 5 ലക്ഷത്തിൻ്റെ 10% എന്ന് പറയുന്നത് 50,000 രൂപയാണ്. 5 ലക്ഷത്തിൻ്റെ 100% എനിക്കൊന്ന് പറഞ്ഞു തന്നെ. 5 ലക്ഷത്തിൻ്റെ 100% വേഗം പറ. ഒന്നുമില്ല, ഒരു നമ്പറിൻ്റെ 100% എന്ന് ചോദിച്ചാൽ ആ നമ്പർ തന്നെയായിരിക്കും. അപ്പോൾ ഒരു നമ്പറിൻ്റെ 100% എന്ന് ചോദിച്ചാൽ ആ നമ്പർ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. ഒരു നമ്പറിൻ്റെ 100% എന്ന് പറഞ്ഞാൽ ആ നമ്പർ തന്നെയാണ്. 10% എന്ന് പറഞ്ഞാൽ 1 സ്ഥാനം മാറ്റി കുത്തുന്നതാണ് 10%. 1% എന്ന് പറയുന്നത് 2 സ്ഥാനം മാറ്റി കുത്തുകയാണ്. സെറ്റാണ്. എന്തിനാണ് ഞാൻ ഈ ഒരൊറ്റ കോൺസെപ്റ്റ് പഠിച്ചാൽ എത്ര ചോദ്യം കിട്ടുന്നതെന്ന് അറിയോ? മാത്സിലെ ഏറെക്കുറെ 50% ചോദ്യം കിട്ടും. ഒരൊറ്റ കോൺസെപ്റ്റാണ്. നിങ്ങൾ ഇക്വേഷൻ ഒന്നും പഠിക്കുക, അല്ലേ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് ഇക്വേഷൻ പഠിക്കണം, പിന്നെ നമ്മൾ ഈ പറയുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് കൊണ്ട് പഠിക്കണം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൊണ്ട് പഠിക്കണം. യു ഡോണ്ട് വാണ്ട് ടു സ്റ്റഡി ദാറ്റ്. ജസ്റ്റ് ബേസിക് ഈ കോൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കി വെച്ചാൽ, അതാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഈ കോൺസെപ്റ്റ് പറയുന്നത്. ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസേഴ്സിലേക്ക് എത്താൻ പറ്റും. ഇതാണ് എൻ്റെ ആൻസർ. നമുക്ക് നോക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ 1000 for 2 years at 5% per annum. എങ്ങനെയാണ് ഈ കോൺസെപ്റ്റ് ചോദ്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കാം.
വെൽ സോ 1000 രൂപയാണ് എന്ത് എന്ന് പറയുന്നത്. 1000 രൂപയാണ് നമ്മളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 100%. ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് 5% കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 5% കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പെണ്ണ്, എനിക്ക് 5% കണ്ടുപിടിക്കാൻ അറിയത്തില്ല. 5% കണ്ടുപിടിക്കാൻ എനിക്കറിയത്തില്ല. ഞാൻ പഠിപ്പിച്ചു തന്നായിരുന്നു 5%. 5% കണ്ടുപിടിക്കാൻ എനിക്കറിയത്തില്ല. എന്തു ചെയ്യും? 5% കണ്ടുപിടിക്കാൻ അറിയത്തില്ല, പക്ഷേ എനിക്ക് 1% കണ്ടുപിടിക്കാൻ അറിയാം. അല്ലേ? എങ്ങനെ 1% കണ്ടുപിടിക്കുന്നത്? 2 സ്ഥാനം മാറ്റി കുത്തിയാൽ 1%. 2 സ്ഥാനം മാറ്റി കുത്തിയ 1%, അതായത് 1% എന്ന് പറഞ്ഞാൽ 10 രൂപ. സെറ്റ്. അവർ പറയും 5% കണ്ടുപിടിക്കണം. വീണ്ടും 1%, 10 രൂപ. 1%, 10 രൂപ. 1%, 10 രൂപ. 1%, 10 രൂപ. നിങ്ങൾ വിചാരിക്കും ഇയാൾക്ക് വട്ടാണോ ഈ 5% കണ്ടുപിടിക്കാൻ? 1 × 5 ചെയ്താൽ മതി, എങ്ങനെയായാലും മതി. ഞാൻ വെറുതെ എഴുതി വെച്ചതേ ഉള്ളൂ. 50 കിട്ടിയോ? 50. ആൻസർ താ. ആദ്യത്തെ ഓപ്ഷൻ 50. കൈ വെക്കട്ടെ, ഞാൻ പോയി കൈ വെച്ചാൽ പണി കിട്ടും. അവർ ആദ്യത്തെ ഓപ്ഷനിൽ 50 കൊണ്ട് തന്നിരിക്കുന്നത് എന്തിനാ? നമ്മളെ ചതിക്കാൻ വേണ്ടി തന്നേക്കുന്നയാ. 50 ആണോ ആൻസർ? അല്ല. ഇത് നമുക്കാകെ 1 വർഷത്തെ കിട്ടിയുള്ളൂ. 1 വർഷമാണോ? അല്ല, 2 വർഷമാണ് ചോദ്യം. 1 വർഷം 50 രൂപയാണ് പലിശയെങ്കിൽ അടുത്ത വർഷം 50 രൂപയാണ്. അതായത് 2 വർഷം കൂടി പലിശ എന്ന് പറയുന്നത് 100 രൂപയാണ്. ഉത്തരം എന്ന് പറയുന്നത് 100 രൂപയാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും 3 വർഷമാണെങ്കിലോ? ഒന്നുമില്ല, ഒരു 50 കൂടി കയറ്റിക്കും. 3 വർഷമാണെങ്കിൽ 150, 4 വർഷമാണെങ്കിൽ വീണ്ടും 50, 200. എത്ര വേണമെങ്കിലും അവർ ചോദിച്ചോട്ടെ, എത്ര ചോദിച്ചാലും നമുക്ക് കിട്ടും. ഇനി നിങ്ങൾ അയ്യോ എനിക്ക് 1% കണ്ടുപിടിക്കാൻ അറിയത്തില്ല, ഞാൻ എന്ത് ചെയ്യും, ഞാൻ പെട്ടല്ലോ എന്ന് വിചാരിക്കുകയാണെന്ന് വെച്ചോ. ഈ ക്വസ്റ്റ്യൻ ആകും വിഷയമല്ല എന്നൊക്കെ ഞാൻ വേറെ കാണിച്ചു തരാം. നോക്ക്, 1000 രൂപ 1% കണ്ടുപിടിക്കാൻ അറിയത്തില്ല. നിങ്ങൾക്ക് 10% കണ്ടുപിടിക്കാൻ അറിയാവോ? 10% കണ്ടുപിടിക്കാൻ അറിയാമോ? ഒന്ന് പോട്ടെ, 10% പറ്റും, അറിയാം ആണല്ലോ. 10%, 10ന് 1 0, ഒരു സ്ഥാനം മാറ്റി കുത്തിയപ്പോൾ ഞാൻ 1 സ്ഥാനം മാറ്റി കുത്തിയതാ 100, 100, 100. 10% കിട്ടി. എനിക്ക് 10% ആണോ വേണ്ടത്? അല്ല. 10ന്റെ പകുതി എത്ര? 5%. 100ന്റെ പകുതി എത്ര? 50. ഉത്തരവേ ഉള്ളൂ. അപ്പോൾ 5% 50 ആണ്. 100ന്റെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, 2 വട്ടം, 1 വർഷം 5%, 2 വട്ടം ആകുമ്പോൾ 10% ആവും. അങ്ങനെ ഡയറക്റ്റായിട്ട് വേണേൽ ചെയ്യാം. 10% 100 കിട്ടും. ഓക്കെ. ഇനി അതല്ല, നിങ്ങൾക്ക് 10% അറിയാം, 5% കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞ 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 കിട്ടും ആണല്ലോ. ആ സ്ഥാനത്തിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ആൻസർ കിട്ടും. എങ്ങനെ ചെയ്താലും യു ക്യാൻ ബി ഇൻ എ സക്സസ്ഫുൾ മെത്തേഡ്. ഇതാണ് പാറ്റേൺ എന്ന് പറയുന്നത്. സോ വാട്ട് യു വാണ്ട് ടു ഡു ഈസ്, നമ്മൾ കൃത്യമായിട്ട് ഈ കോൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ചോദ്യവും വേണമെങ്കിൽ അവിടെ നിന്ന് ആൻസർ ചെയ്യാം എന്നുള്ളതാണ് പ്രത്യേകത. ഏത് ചോദ്യം വേണമെങ്കിലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നമുക്കടുത്ത റീസണിങ്ങിലേക്ക് പോകാം. റീസണിങ്ങിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യ പാറ്റേൺ ആണ് ആൽഫബറ്റ് കോഡിങ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, കോഡിങ്സ് കഴിഞ്ഞ സെഷനിൽ ചെയ്തു. പിന്നെ നിങ്ങളെ ഈ സാധനം ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി എന്തിനു കൊടുക്കുന്നു എന്ന് പറയുന്ന പാറ്റേൺ നോക്കാനാണ്. ഫസ്റ്റ് പ്രയോറിറ്റി ഏത് പാറ്റേൺ ചോദ്യങ്ങൾക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. അടുത്ത നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട പാറ്റേൺ ആണ് റീസണിങ്ങിലെ നമ്മളുടെ മറ്റ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒരു ചോദ്യമാണ് ബ്ലഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന പാറ്റേൺ. ബ്ലഡ് റിലേഷൻഷിപ്പ് ഡീറ്റെയിൽ ആയിട്ട് ശ്രീജിത്ത് സാർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്. വളരെ സിമ്പിൾ ചോദ്യമാണ്, ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് നമുക്ക് ഈ ബ്ലഡ് റിലേഷൻഷിപ്പ് ചോദ്യം. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ ചോദ്യം. എൻ്റെ അമ്മ ഒരാളെ കല്യാണം കഴിച്ചു. എൻ്റെ അമ്മ ഒരാളെ കല്യാണം കഴിച്ചു ആണല്ലോ. അയാളും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇത്രയേ ഉള്ളൂ. എൻ്റെ അമ്മ ഒരാളെ കല്യാണം കഴിച്ചു, അയാളും തമ്മിലുള്ള ബന്ധം എന്താണ്? നിങ്ങൾ എക്സാം ഹോളിൽ ഇരുന്നു എൻ്റെ അമ്മ കല്യാണം കഴിച്ചു, അങ്ങനെയാണ്, എന്തോ ഇങ്ങനെയാണ് എക്സാമിന് ചോദ്യം ചോദിക്കുന്നത്. I have a mother. The mother got married to a man. What is the relationship between that man and me? This is the pattern. എൻ്റെ അമ്മ കല്യാണം കഴിക്കുന്നത് വ്യക്തി, എൻ്റെ അമ്മ കല്യാണം കഴിച്ച വ്യക്തി എന്ന് പറഞ്ഞാൽ ബാങ്ക് ഓഫ് ബറോഡയുടെ ഓഫീസ് അസിസ്റ്റൻ്റ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അയാൾ നിൻ്റെ അച്ഛനാണ്. നിങ്ങൾ വലിയ ടഫ് ക്വസ്റ്റ്യനിലേക്ക്, വലിയ പാറ്റേണിലേക്ക് ഒന്നും പോകണ്ട. സ്റ്റെപ്പ് ഫാദർ ആണോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. സാധാരണഗതിയിൽ നടക്കുന്നൊരു എക്സാമിനേഷനാണ്. സാധാരണ നടക്കുന്ന എക്സാമിനേഷൻ എൻ്റെ അമ്മ കല്യാണം കഴിച്ചിരിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനാണ്. അപ്പോൾ എൻ്റെ അമ്മ ഒരാളെ കല്യാണം കഴിച്ചാൽ അയാൾ എൻ്റെ അച്ഛനായിരിക്കും. അയാളും ഞാനും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അച്ഛനും മോനും തമ്മിലുള്ള ബന്ധമാണ്. ദിസ് ഇസ് ദ പാറ്റേൺ. ഇതാണ് ചോദ്യ പാറ്റേണുകളിൽ നമുക്ക് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ആണല്ലോ.
ഇങ്ങനെയായിരിക്കും നമുക്ക് ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പാറ്റേൺ ഒക്കെ പറഞ്ഞു തന്നിട്ട് നമുക്കൊരു ചോദ്യം നോക്കാം. എക്സാമിന് വന്നിരിക്കുന്ന ബ്ലഡ് റിലേഷൻഷിപ്പ് പോയിന്റിംഗ് ടു എ മാൻ, ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എ വിമൺ സെറ്റ്. ഒരു സ്ത്രീ പറഞ്ഞു, ഹീ ഈസ് ദ ബ്രദർ ഓഫ് മൈ മദർ, ഹൗ ഈസ് ദ മാൻ റിലേറ്റഡ് ടു ദ വിമൻ? ഓ മൈ ഗോഡ്, ഇങ്ങനെ ചോദ്യം ചോദിക്കും. ഈ ബ്ലഡ് റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യനിലെ ഇംഗ്ലീഷ് കുറച്ച് പാടായിട്ട് കുട്ടികൾക്ക്. അപ്പം ഇതെങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാം? അതാണല്ലോ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത്. അതായത് പോയിന്റിംഗ് ടു എ മാൻ, എ വിമൻ സെറ്റ് ഹി ഈസ് ദ ബ്രദർ ഓഫ് മൈ മദർ, ഹൗ ഈസ് ദ മാൻ റിലേറ്റഡ് ടു വിമൻ? എങ്ങനെ നമുക്ക് ഈ ചോദ്യ പാറ്റേണുകൾ കൃത്യമായി ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ പോയിന്റിംഗ് ടു എ മാൻ, വിമൻ സെറ്റ് ഹി ഈസ് ദ ബ്രദർ ഓഫ് മൈ മദർ, ഹൗ ഈസ് ദ മാൻ റിലേറ്റഡ് ടു വിമൻ. നമ്മൾ മലയാളം ഇംഗ്ലീഷ് തിരിച്ചിട്ട് വായിച്ചാൽ പെട്ടെന്ന് മലയാളം കിട്ടും. അപ്പോൾ ഇംഗ്ലീഷ് നന്നായി അറിയാത്ത, ബുദ്ധിമുട്ടാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞതാണ്. നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചിട്ട് വായിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ കിട്ടും. അതായത് ഇവിടെ ആരാ പറയുന്നത്? പോയിന്റിംഗ് ടു എ മാൻ, ഒരു മാനിനെ ചൂണ്ടിക്കാണിച്ച്, ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചിട്ട്, ഒരു ആണിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു പെങ്കൊച്ച് പറയാണ്. അപ്പോൾ സ്ത്രീയാണ് അവിടുത്തെ കഥാപാത്രം എന്നുള്ള കാര്യം ഓർക്കുക. വിമൻ സെറ്റ് ആണല്ലോ. അപ്പോൾ സ്ത്രീയുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ ആദ്യമായിട്ടാണ് ബ്ലഡ് റിലേഷൻഷിപ്പ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി പാടൊക്കെ ആയിട്ട് തോന്നും. പക്ഷേ ബ്ലഡ് റിലേഷൻഷിപ്പ് 2 തവണ ചെയ്ത ആൾക്കാർ, ഇപ്പം ഓൾറെഡി പഠിച്ചു വെച്ച പിള്ളേർ ഇപ്പോൾ അതിൻ്റെ ഉത്തരവ് എഴുതി കഴിഞ്ഞു, ഇത്രയുള്ള ഇതെന്താണ് ഈ പാറ്റേൺ എന്ന് ചിന്തിക്കും. ബ്ലഡ് റിലേഷൻഷിപ്പിൻ്റെ ഗുണം, റീസണിങ്ങിൻ്റെ എല്ലാ ചോദ്യങ്ങളുടെയും ഗുണം ഇതാണ്. അതായത് 25 ചോദ്യങ്ങളിൽ 25 ചോദ്യങ്ങൾ നിങ്ങൾക്ക് റീസണിങ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് റീസണിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മുൻപോട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു സാധനമാണ്. പക്ഷേ എന്താ പ്രശ്നം? കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് അങ്ങ് കൂടും. നമുക്ക് ഓവർ കോൺഫിഡൻ്റ് ആവും നമ്മൾ. അപ്പം പിന്നെ ഞാൻ പറഞ്ഞ പോലെ പോയിന്റിംഗ് ടു എ വിമണൊക്കെ നമ്മൾ മൈനസ് ഇങ്ങനെ ആടുക. എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ചേട്ടൻ്റെ ചേച്ചിയുടെ അനിയത്തിയുടെ മൈൻഡിൽ കണക്ക് കൂട്ടും. മൈൻഡിൽ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ സാധനം തെറ്റിപ്പോവും. അതുകൊണ്ട് വാട്ട് യു വാണ്ട് ടു ഡു ഈസ്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എത്ര കോൺഫിഡൻ്റ് ആയാലും, എത്ര നല്ല മിടുക്കരായാലും മിടുക്കിയായാലും വരച്ച് തന്നെ ചെയ്യുക. അപ്പോൾ പെങ്കൊച്ചിൻ്റെ സാഹചര്യ പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് ഞാൻ പോകുന്നത്. പെങ്കൊച്ചിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മൈനസ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ വേണം ചെയ്യാലോ? ചിലർ സർക്കിളും സ്ക്വയറും ഒക്കെ എടുത്ത് എങ്ങനെ വേണം ചെയ്യാം. ഇതിനകത്തൊന്നും യൂണിവേഴ്സാലിറ്റി ഒന്നുമില്ല, ഇങ്ങനെ തന്നെ വരയ്ക്കണം എന്നൊന്നുമില്ല. നമുക്ക് സാധനം കിട്ടിയാൽ മതി. ഓക്കെ, ഈ സർക്കിളും സ്ക്വയറും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെല്ലുമ്പോൾ സർക്കിളാണോ സ്ക്വയർ ആയിരുന്നു നമ്മൾ പെട്ടെന്ന് ഈ എക്സാമിൻ്റെ വരയ്ക്കുമ്പോഴേ സർക്കിളും സ്ക്വയറൊക്കെ കണക്റ്റഡ് ആയിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഈ മൈനസ് ഇട്ടത്. പെങ്കൊച്ചാകുമ്പോൾ മൈനസ്, ചെക്കനാകുമ്പോൾ ആങ്കൊച്ച്. അപ്പം പെങ്കൊച്ചാണല്ലോ നമ്മൾ പറയുന്നത്. ഹീ ഈസ് ദ ബ്രദർ ഓഫ് മൈ മദർ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബാക്കിൽ നിന്നാണ് വായിക്കുന്നത്. എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണോ? അല്ല, എൻ്റെ അമ്മയല്ല, ഈ പെങ്കൊച്ചിൻ്റെ അമ്മയാണ്. അതായത് ഈ സ്ത്രീയുടെ അമ്മയാണ്. അപ്പം എൻ്റെ അമ്മ സ്ത്രീയുടെ അമ്മയാവുമ്പോൾ അമ്മ എന്ന് പറയുമ്പം പെങ്കൊച്ചാണല്ലോ. അമ്മ എന്ന് പറയുമ്പോൾ പെങ്കൊച്ചാണ്. സോ സ്ത്രീയുടെ അമ്മ പെങ്കൊച്ച്, മൈ മദർ. ആ മദറിൻ്റെ ബ്രദറാണ്. ആ മദറിൻ്റെ ബ്രദർ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരേ ലൈനിലായിരിക്കും വരയ്ക്കുന്നത്, അല്ലെ? ഒരേ ലൈനിലായിരിക്കും വരയ്ക്കുന്ന ബ്രദർ ആണല്ലേ. ആൺപിള്ളേർക്ക് നമ്മൾ പ്ലസ് കൊടുക്കും. മദർ പെങ്കൊച്ചാണ് നമ്മൾ മൈനസ് വരച്ചു. അമ്മ എന്ന് പറയുന്നത് നമ്മൾ മുകളിലോട്ടായിരിക്കും വരയ്ക്കുന്നത്. അമ്മ, അച്ഛൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മുകളിലുള്ള മക്കളാണ്. നമുക്ക് മുകളിലുള്ളവരാണ്. നമ്മുടെ മക്കളെന്ന് പറഞ്ഞാൽ നമുക്ക് താഴെയുള്ളവരാണ്. നമ്മൾ താഴോട്ടായിരിക്കും വരയ്ക്കുന്നത്. നമ്മുടെ സഹോദരങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും വരയ്ക്കുന്നത്. ഇനി നമ്മളുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് എന്ന് പറയുന്നത് നമ്മൾ ഒരേ ലൈനിലായിരിക്കും വരയ്ക്കുന്നത്. അപ്പോൾ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഭാര്യയും ഭർത്താവും നമ്മൾ ഈക്വൽ അല്ലേ, അപ്പോൾ ഈക്വൽ ടു ആയിട്ടായിരിക്കും വരയ്ക്കുന്നത്. ഇവിടെ ഒന്നും അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ വരയ്ക്കാതെ. ഞാൻ കാണിച്ചു തരാം. ഈ ക്വസ്റ്റ്യൻ അങ്ങ് ചെയ്ത് കഴിഞ്ഞിട്ടും കാണിച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂസ് ആവും. ആണല്ലോ. അപ്പോൾ അവർ ചോദിച്ചിരിക്കുകയാണ്, ഹൗ ഈസ് ദ മാൻ റിലേറ്റഡ് ടു ദ വിമൻ? ഹൗ ഈസ് ദ മാൻ റിലേറ്റഡ് ടു ദ വിമൻ? എന്താ ഇതിൻ്റെ അർത്ഥം? മലയാളത്തിൽ വായിക്ക്. മലയാളത്തിൽ പെങ്കൊച്ചിന് ആരാണ് അച്ഛൻ? പെങ്കൊച്ചിന് ആരാണ് ഈ മനുഷ്യൻ? മാൻ ആരാണ് എന്നുള്ളത്. അല്ലാതെ മാൻ ആരാണ് ഈ പെങ്കൊച്ചെന്നല്ല ചോദിച്ചിരിക്കുന്നത്. പെങ്കൊച്ചിന് ആരാണ് ഈ മാൻ? ഇംഗ്ലീഷ് തിരിച്ചിട്ടാണ് മലയാളം വായിക്കുന്നത് ഞാൻ പറഞ്ഞു. സോ ഹൗ ഈസ് ദ മാൻ റിലേറ്റഡ് ടു വിമൻ എന്ന് പറഞ്ഞാൽ, വിമണിന് ആരാണ് മാൻ? നിങ്ങൾ പറ. എൻ്റെ അമ്മയുടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അങ്കിള്. ഇംഗ്ലീഷ് സിമ്പിളാണ്. ഇംഗ്ലീഷിൽ അങ്കിളും ആൻറ്റിയും മാത്രമേ ഉള്ളൂ കച്ചവടം. വേറെ കുഞ്ഞമ്മ, വല്യമ്മ, ചെറിയമ്മ, അച്ചാമ്മ ഇങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അങ്കിള്. അങ്കിള് എന്ന് പറയുന്ന പാറ്റേൺ മെറ്റേണൽ അങ്കിള്. ചിലപ്പോൾ ഓപ്ഷനിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനൊക്കെ നമ്മളെ ചതിക്കാനായിട്ട് അങ്കിൾ ഇട്ടിട്ട് പെറ്റേണൽ എന്നൊക്കെ തരും. കൊണ്ട് കൈവെക്കല്ലേ. കാരണം പെറ്റേണൽ എന്ന് പറഞ്ഞാൽ എന്താ? പപ്പ. നമ്മൾ ചില ഒരു അച്ഛനെ വിളിക്കുന്ന പപ്പ. പെറ്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ ബന്ധുക്കൾ. അമ്മ, അമ്മ. മെറ്റേണൽ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ബന്ധുക്കൾ. ഇവിടെ കണ്ടോ, എൻ്റെ അമ്മയുടെ സഹോദരനാണ് എന്ത് ഈ പറയുന്ന വ്യക്തി എന്ന് പറയുന്നത്. സോ എൻ്റെ അമ്മയുടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അങ്കിളാണ്. മെറ്റേണൽ അങ്കിൾ എന്ന് പറയുന്ന പാറ്റേൺ. ഈ ക്വസ്റ്റ്യൻ അത്ര ടഫ് അല്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ആണല്ലോ.
ക്വസ്റ്റ്യൻ ഇച്ചിരി ടഫ് ആക്കുന്നത് എങ്ങനെയാണെന്നും കൂടി പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ ടഫ് അടിക്കുന്ന പരിപാടിയാണ് ഇവര്. ഈ സാധനമൊക്കെ അങ്ങ് തരും. നീസ് നെഫ്യൂ എന്നൊക്കെ പറഞ്ഞങ്ങ് തരും. നീസ് നെഫ്യൂവിൻ്റെ ഒക്കെ ഡയഗ്രം ഇതേപോലെയൊക്കെ തന്നെ ഇരിക്കും. നീസ് എന്ന് പറഞ്ഞാൽ എന്താ? നീസ് എന്ന് പറഞ്ഞാൽ അനന്തരവൾ എന്ന് നമ്മൾ പറയുന്ന പാറ്റേൺ ആണ്. അനന്തരവൾ അതായത് എൻ്റെ ചേട്ടൻ്റെ അല്ലെങ്കിൽ എൻ്റെ ചേച്ചിയുടെ മകൾ എന്ന് പറയുന്ന വ്യക്തിയാണ് നീസ്. അതായത് എൻ്റെ ചേട്ടൻ്റെയും ചേച്ചിയുടെ മകനാണ് എനിക്ക് അനന്തരവൻ എന്ന് പറയുന്നത് നെഫ്യൂ. ഡയഗ്രം ഒരേപോലെ ഇരിക്കും. ഡയഗ്രത്തിനകത്ത് ഒരു മാറ്റവും കാണത്തില്ല. ചോദ്യം ഇങ്ങനെയായിരിക്കും വരുന്നത്. ഹൗ ഈസ് ദ വിമൺ റിലേറ്റഡ് ടു മാൻ എന്ന് ചോദിച്ചാൽ മാൻ ആരാണ് നിങ്ങൾ നോക്ക്. ഇയാൾക്ക് ആരാ ഈ പെണ്ണുമ്പിള്ള? ഇയാളുടെ സഹോദരിയുടെ മകളാണ്, നീസാണ്. അപ്പോൾ ഓപ്ഷനിൽ കൊണ്ട് നീസും അങ്കിളും തന്നാൽ നമ്മൾ അവിടെ ഇരുന്നിട്ട് ദൈവം തമ്പുരാനെ ഇത് നീസാണോ അങ്കിളാണോ എന്ന് ഡയഗ്രം എല്ലാം കിട്ടി. എക്സാമിനറിന് അതറിയേണ്ട. നിങ്ങൾക്ക് ഡയഗ്രാം നന്നായി വരയ്ക്കാൻ അറിയാവുന്നതല്ലേ അവരുടെ വിഷയം. അവർക്ക് നിങ്ങൾ ഫൈനലായിട്ട് ആൻസർ കിട്ടുമെന്നുള്ളതാണ് വിഷയം. അപ്പോൾ ഡയഗ്രാം പക്കായിട്ട് കിട്ടും. പക്ഷേ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്തത് കൊണ്ട് നമ്മളവിടെ പണി വാങ്ങിച്ചു കിട്ടും. ബ്ലഡ് റിലേഷൻഷിപ്പിൽ പണി വരിക. റീസണിങ്ങിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ഇംഗ്ലീഷ്, മാത്ത്, GK ഇങ്ങനെ മാറ്റങ്ങളാണ് അവർ ഫിക്സ് ചെയ്യുന്നത് ആണല്ലോ. അപ്പം പ്രധാനമായിട്ടും ഇംഗ്ലീഷ് കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് സൈഡിൽ നിന്ന് വായിച്ചു വെക്കാൻ പറഞ്ഞത്. ഡയഗ്രത്തിൻ്റെ പിക്ചറിൽ ഞാൻ പറഞ്ഞു. ഇപ്പോൾ മദർ ഒരാളെ കല്യാണം കഴിച്ചെന്ന് വെച്ചോ. കല്യാണം കഴിക്കുമ്പോൾ ഈക്വൽ ടു ഇട്ടിട്ടല്ലേ വരയ്ക്കുന്നത്. ഈക്വൽ ടു ഇട്ട് ഒരാളെ കല്യാണം കഴിച്ചു. എക്സ് എന്ന് പറഞ്ഞ ഒരുത്തനെ കല്യാണം കഴിച്ചെന്ന് വെച്ചോ. ഇത് ആങ്കൊച്ചല്ലേ? ഇത് സ്ത്രീ ആണെങ്കിൽ ഇവർ കല്യാണം കഴിക്കുന്ന എപ്പോഴും പുരുഷനല്ലേ? അവർ ചോദിക്കുകയാണ് ഈ സ്ത്രീയുമായിട്ടുള്ള ബന്ധം എന്താ? ഈ സ്ത്രീയും എക്സുമായിട്ടുള്ള ബന്ധം എന്താ? സ്ത്രീയുടെ അമ്മയാണ്, അമ്മയുടെ ഭർത്താവാണെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഈ സ്ത്രീയുടെ അച്ഛനല്ലേ? എൻ്റെ അമ്മ ഒരാളെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ അവർ എൻ്റെ അച്ഛനാണ്. അപ്പം എൻ്റെ അമ്മ ഒരാളെ കല്യാണം കഴിച്ചാൽ അത് എൻ്റെ അച്ഛനാണ്. ദിസ് ഈസ് ദ റിലേഷൻഷിപ്പ്. അപ്പോൾ നമ്മൾ ഈക്വൽ ടു ഇട്ട് വരച്ച പാറ്റേൺ കണ്ടോ? സോ ദിസ് ഈക്വൽ ടു ആയിരിക്കും നമ്മൾ ഭാര്യയും ഭർത്താവിനെയും വരയ്ക്കുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈക്വൽ ടു ആണ്. അച്ഛൻ നമുക്ക് മുകളിലേക്കായിരിക്കും വരയ്ക്കുന്നത്, അമ്മ നമ്മൾ മുകളിലേക്കായിരിക്കും വരയ്ക്കുന്നത്, മക്കളാണെങ്കിൽ നമ്മൾ താഴോട്ടായിരിക്കും വരയ്ക്കുന്നത്. ഇനി നിങ്ങൾ ഈ പാറ്റേൺ കണ്ടോ? ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താ? ഈ എക്സും ഈ ബ്രദറും ഇവർ ബ്രദർ ഇൻലോയാണ്. ബ്രദർ ഇൻലോ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ അളിയൻ എന്ന് വിളിക്കില്ലേ? അതായത് എൻ്റെ ഭാര്യയുടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അളിയനാണ്. ഇനി എൻ്റെ സഹോദരിയെ കല്യാണം കഴിച്ച ചെറുക്കൻ എന്ന് പറഞ്ഞാലും എൻ്റെ അളിയനാണ്. ഓക്കെ. ഇംഗ്ലീഷിൽ ബ്രദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ ഇൻലോയാണ്. ഇൻലോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ബ്ലഡ് റിലേഷൻഷിപ്പ് ഇല്ലാത്ത ആൾക്കാരെയാണ് നമ്മൾ ഇൻലോസ് എന്ന് വിളിക്കുന്നത്. ഇപ്പം എൻ്റെ അമ്മയുമായിട്ട് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ബ്ലഡ് റിലേഷൻഷിപ്പ് ഉണ്ട്, അതുകൊണ്ട് മദർ. എൻ്റെ ഭാര്യയുടെ അമ്മയുമായിട്ട് എനിക്ക് ബ്ലഡ് റിലേഷൻഷിപ്പ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് മദർ ഇൻലോ എന്ന് പറയുന്ന പാറ്റേൺ പറയുന്നത്. സോ മദർ ഇൻലോ, ഫാദർ ഇൻലോ എന്നൊക്കെ പറയുന്ന പാറ്റേൺ. സോ ഇൻലോസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് റിലേഷൻഷിപ്പ് ഇല്ലാത്ത പാറ്റേൺ ആണ്. നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്ത പാറ്റേൺ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ എക്സാമിനേഷന് വരുന്ന ബ്ലഡ് റിലേഷൻഷിപ്പ്. നമ്മൾ മാത്സിൽ ഒരു ബേസിക് കോൺസെപ്റ്റ് വെച്ചിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. ഇംഗ്ലീഷിൽ ഒരു ഫില്ലർ ക്വസ്റ്റ്യനിൽ പ്രപ്പോസിഷനുമായി ബന്ധപ്പെട്ട ഒരു ഫില്ലർ പാറ്റേൺ ചോദ്യം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ നോക്കി. അപ്പോൾ ഈ രീതിയിലായിരിക്കണം പാറ്റേണുകൾ കൃത്യമായി ചെയ്യേണ്ടത്. സോ ഡു പ്രാക്ടീസ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ബൈ.